വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ കാണാൻ അവൻ കണ്ണുകൾ തുറക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 119 അധ്യായം 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. അന്ധനായ ബർത്തിമായി, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവന്റെ കണ്ണുകൾ തുറക്കുക, യേശുവിനെ കാണുക, അവനെ അനുഗമിക്കുക എന്നിവയായിരുന്നു അവന്റെ ലക്ഷ്യം. കർത്താവ് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ഉദ്ദേശങ്ങൾ അവൻ കാണുന്നു. അതിനാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കാൻ കർത്താവിനോട് അപേക്ഷിക്കുക. അങ്ങനെ നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയും. ഈ ലോകത്ത് പലതരത്തിലുള്ള കണ്ണുകളുണ്ട്. ആളുകൾക്ക് ദുഷിച്ച കണ്ണുകൾ ഉണ്ടാകാം, അസൂയയുടെ കണ്ണുകൾ ഉണ്ടാകാം, മദ്യപാനം മൂലം ചിലർക്ക് കണ്ണുകൾ ചുവക്കുന്നു, കോപത്തിന്റെ കണ്ണുകളുമുണ്ട്. അത് അവരുടെ അഗ്നിജ്വാലകളായി കത്തിക്കാം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണാൻ നമുക്ക് മനസ്സിന്റെ തിളക്കമുള്ള കണ്ണുകൾ ആവശ്യമാണ്. സ്വപ്നങ്ങളും ദർശനങ്ങളും കാണാൻ നമുക്ക് വിശ്വാസത്തിന്റെ കണ്ണുകൾ ആവശ്യമാണ്. ദാവീദ് രാജാവ് മറ്റൊരു തരത്തിലുള്ള കണ്ണുകൾക്കായി പ്രാർത്ഥിച്ചു. അവൻ തിരുവെഴുത്തിലെ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുന്നതിനാണ് അത് ആവശ്യപ്പെട്ടത്. ഇത് സങ്കീർത്തനം 119 അധ്യായം 18 വാക്യത്തിൽ കാണാൻ കഴിയും. ഗ്രന്ഥം ഉപരിപ്ലാവ്തമായി വായിക്കുന്നവർക്ക് അതിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് തിരുവെഴുത്തുകളുടെ വെളിപ്പാടുകളും ദൈവവചനത്തിലെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പര്യവേഷണം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വാക്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും അതിന്റെ ആഴങ്ങളിലേക്ക് പോവുകയും വേണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നിങ്ങൾ ദൈവവചനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ വാക്കും വജ്രഖനിയിൽ നിന്നുള്ള വിലയേറിയ രത്നങ്ങൾ പോലെ ഉജ്ജ്വലമായ പ്രകാശത്തിൽ പ്രകാശിക്കും. നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളും നിങ്ങളുടെ മനസ്സിന്റെ കണ്ണുകളും നിങ്ങളുടെ വിവേകത്തിന്റെ കണ്ണുകളും തുറക്കട്ടെ. അന്ന് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം 14 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. സങ്കീർത്തനം 119 മുഴുവൻ തിരുവെഴുത്തുകളുടെയും മഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. ബൈബിളിലെ ഏറ്റവും ദൈർഘ്യമേറിയ സങ്കീർത്തനവും അധ്യായവും ഇതാണ്. ഇതിലാകെ 176 ശ്ലോകങ്ങളുണ്ട്. എല്ലാ വാക്യങ്ങളും തിരുവെഴുത്തുകളുടെ പ്രാധാന്യം അറിയിക്കുന്നു. നിങ്ങളുടെ കണ്ണു തുറന്നാൽ മാത്രമേ ആത്മാവും ജീവനുമായ വേദഗ്രന്ഥങ്ങളുടെ ആഴങ്ങളും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. പല ബൈബിൾ പണ്ഡിതന്മാരും ഈ സങ്കീർത്തനം എഴുതിയത് എസ്ര എന്നു പേരുള്ള ഒരു എഴുത്തുകാരനാണെന്ന് അഭിപ്രായപ്പെടുന്നു. അവരുടെ ന്യായവാദം താഴെ പറയുന്ന വാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. യഹോവയുടെ ന്യായപ്രമാണം അന്വേഷിക്കാനും അത് ചെയ്യാനും ഇസ്രായേലിന്റെ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കാനും എസ്ര തന്റെ ഹൃദയത്തെ ഒരുക്കിയിരുന്നു എന്ന് ഇത് എസ്ര 7 അധ്യായം 10 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും സമൃദ്ധിയേക്കാൾ ദൈവവചനത്തിന്, വിശുദ്ധ ബൈബിളിന് നിങ്ങൾ പ്രാധാന്യം നൽകണം. നിങ്ങൾ അത് ആസ്വദിച്ചാൽ മധുരമുള്ള തേനും കട്ടയും നിങ്ങൾ കണ്ടെത്തും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെശയ്യാവ് 29 അധ്യായം 18 വാക്യം. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും ചെയ്യും. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സങ്കീർത്തനങ്ങൾ 100, 101, 102 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 1 അധ്യായം. ആമേൻ.